City Gold, Gold and Diamonds, Kerala and Karnataka. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മുസ്ലിം പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി എന്നുള്ളതാണ്. അത് ഞാൻ പ്രവർത്തിക്കുകയും അതിൻ്റെ ആൾരൂപമായി നിലകൊള്ളുകയുള്ള മഹാനായ സമർപ്പണവും, അതുപോലെ തന്നെ 2010 പിടിയിൽ ചന്ദ്രിക മുൻകൈയെടുത്ത് പ്രസിദ്ധീകരിച്ച ശിഹാബ് തങ്ങൾ സ്മരികയുടെ പുനഃപ്രസിദ്ധീകരണ പതിപ്പും സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ. രാഷ്ട്രീയത്തിലെ അധികാരികളും മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ശില്പിയുമായിരുന്ന മുസ്ലിം ലീഗ് കാസർഗോഡുകാരനായ നമ്മളെല്ലാം പ്രിയങ്കരനായിരുന്ന കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡയറക്ടർ കൂടിയായ വ്യവസായ പ്രമുഖൻ അബ്ദുൽ ഖാദർ തെരുവത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ഇന്നായിരുന്നില്ല അബ്ദുൽ അഫുലിയെ വിളിക്കേണ്ടതെന്ന് എനിക്ക് പിന്നീട് തോന്നി. അത് തോന്നാനുള്ള കാരണം ചന്ദ്രിക മാനേജിംഗ് ഡയറക്ടറായിരുന്നപ്പോൾ മഹാനായ ബാഫലി തങ്ങൾ ചന്ദ്രികയിൽ എപ്പോഴും പോകുമായിരുന്നു. ഒരു ദിവസം എഡിറ്റർ BC അവിടെ ഉണ്ടായിരുന്നു. അന്ന് KP കുഞ്ഞിമൂസക്കായിരുന്നു ചാർജ്. കുഞ്ഞിമൂസയെ വിളിച്ച് ബാഫലി തങ്ങൾ അന്ന് പുറത്തിറങ്ങിയ ചന്ദ്രിക കാണിച്ച് ആദ്യത്തെ പേജ് കാണിച്ചു ചോദിച്ചു, ഇതാരുടെ പ്രസ്താവന എന്ന്. അത് ബാഫലി തങ്ങളുടെ പ്രസ്താവനയായിരുന്നു. അന്ന് 4 പേജ് മാത്രമായിരുന്നു ചന്ദ്രിക ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പേജ് കാണിച്ചു വെച്ച് ഇതാരുടെ ഫോട്ടോ എന്ന്. അപ്പോൾ പറഞ്ഞു ബാഫലി തങ്ങളുടെ ഫോട്ടോയാണ് എന്ന്. 4ാമത്തെ പേജ് കാണിച്ചു കൊടുത്തു ഇതാരുടെ പ്രസ്താവന എന്ന്. ബാഫലി തങ്ങളുടെ പ്രസ്താവനയാണ്. അപ്പോൾ ബാഫലി തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രസ്താവന കൊടുക്കാനും എൻ്റെ ഫോട്ടോ കൊടുക്കാനും ഉള്ളതല്ല ചന്ദ്രിക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെല്ലാവർക്കും തീർച്ചയായും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നിലപാടാണ് ബാഫലി തങ്ങളുടേത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഇന്ന് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാഫലി തങ്ങളെ കാണാൻ പോയി മുസ്ലിം ലീഗിന്റെ സഹായത്തിന് നന്ദി പറയുവാൻ ഒറ്റക്കാട് ആ സഹായത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുവാനുമായിരുന്നു പോയത്. ബാഫലി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ചന്ദ്രയിലേക്ക് ഒരു നോവൽ എഴുതി തന്നാൽ മതി എന്നായിരുന്നു ബാഫലി തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്മായിൽ സാഹിബ് മരിച്ചപ്പോൾ മഞ്ചേരിയിൽ സ്ഥാനാർത്ഥി ആരാകുമെന്ന് ആ നേതാക്കന്മാർക്ക് ആർജിച്ചിട്ടുള്ള ആ സംഗതിയാണ് ഇന്ന് നമ്മൾ ഈ നാട്ടിൽ ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽ ജാതിയില്ല, മതമൊന്നുമില്ല. പ്രതിസന്ധികളെ സഹായിക്കുന്ന കാര്യത്തിലും ആ നിലയില്ല. സംഘടനയൊക്കെ തന്നെ ഒരു ജീവിത സ്ഥലത്തിലെ ഒരു
ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ്, ദയായിരുന്നു. ഞങ്ങൾക്ക് അത്രയും ദയായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലാവട്ടെ, സംസാരത്തിലാവട്ടെ, എല്ലാറ്റിലും ആ ദയാണ് നമുക്ക് ഭാഗ്യമായി. ആ നേതാക്കന്മാർക്ക് ആർജിച്ചിട്ടുള്ള ആ സംഗതിയാണ് ഇന്ന് നമ്മൾ ഈ നാട്ടിൽ ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽ ജാതിയില്ല, മതമൊന്നുമില്ല. പ്രതിസന്ധികളെ സഹായിക്കുന്ന കാര്യത്തിലും ആ നിലയില്ല. തങ്ങളുടെയൊക്കെ തന്നെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ്, ദയായിരുന്നു. ഞങ്ങൾക്ക് അത്രയും ദയായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലാവട്ടെ, സംസാരത്തിലാവട്ടെ, എല്ലാറ്റിലും ആ ദയാണ് നമുക്ക് ഭാഗ്യമായി എന്നുള്ള നിലയിലുള്ള സമീപനം വന്നത് ആ നേതാക്കന്മാർ കാണിച്ച വഴികളാണ്. അതാണ് സഞ്ചരിച്ച പാതകൾ ഒരിക്കലും കല്ലും മണ്ണും വന്ന് മോദി ഇല്ലാതാവുന്നില്ല. ആ പാതകൾ അവിടെ തന്നെ വേണ്ടി അതിലൂടെ വരാനിരിക്കുന്ന തലമുറക്ക് ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്ന അതിന് പുനർവായനയ്ക്ക് വേണ്ടി വിധേയമാക്കുന്ന ഈ 2 പുസ്തകങ്ങൾ നേരത്തെ വായിച്ചിട്ടുള്ളവരുണ്ടാവും, വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഇന്നത് വായിച്ചായിരിക്കും വർത്തമാനകാല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മാർഗമാണ്. എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം. മുസ്ലിം ലീഗിൽ ഇന്ന് ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന ഈ സമ്മതി, അംഗീകാരം, ഇതൊക്കെ ഇവർ മുഖേന വന്നതാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെ പ്രവിശാലമായ പശ്ചാത്തലം, ആ പശ്ചാത്തലം അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സരണി ഏത് വിധത്തിലാകണമെന്ന് കാണിച്ചു കൊടുത്ത നേതാക്കന്മാരായിരുന്നു. പക്ഷെ വലിയ ഐക്യമായി തങ്ങളെടുത്ത കൊയിലാണ്ടിയിൽ പോയി കോഴിക്കോട് തങ്ങളുടെ കച്ചവടത്തിനോട് താജ്ഭവൻ നടത്തുന്ന സ്ഥാപനമുണ്ട്. അവിടെ വല്ലാത്ത നേതാക്കന്മാരില്ല. കേരള രാഷ്ട്രീയം കലുഷിതമായ എല്ലാ ഘട്ടത്തിലും ഡയറക്റ്റായിട്ട് അതിൽ ഇടപെട്ട മഹാനായ നേതാവായിരുന്നു. അത് കാര്യം നോക്കാതെ ഒരു വാക്ക് തരാൻ പറ്റില്ല തങ്ങൾ പറയും. തങ്ങൾ പറയാൻ മടിക്കാത്തതാണ്. അപ്പോൾ തങ്ങളുടെ ഒരു ആ വ്യക്തിത്വം ഞാൻ പലപ്പോൾ അതേസമയം തങ്ങളോട് വിളിച്ചിട്ട് പറയുകയാണ്, അത് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ തങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സന്ദർശനം ഉണ്ടാക്കാതെ തൊഴിലാളികളുടെ പ്രശ്നം എന്താണ് മനസ്സിലാക്കിയത്. അതാണ് ഞാൻ എൻ്റെ വരികളെ കുറിച്ചിട്ടുള്ളത്. അന്നത്തെ ഭാഷ ഇന്നത്തെ ഭാഷയുടെ അത്ര സൗന്ദര്യമോ. എൻ്റെ ലേഖനം തൊഴിലാളി മുതലാളി ബന്ധത്തിൻ്റെ ഈടുറ്റ കഴിയാണ്. നെസ്റ്റൂരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം, ആ കാലത്ത് ഈ ഗവൺമെൻറ് കൗൺസിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളെ വലിയ കാര്യങ്ങൾ. ഞാൻ സംയുക്ത സമരസമിതിയുടെ ചെയർമാനാണ്. അപ്പോൾ സമരം എന്തെങ്കിലുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ സാധു അദ്ദേഹം പറയും. ഞാൻ ഈ 2 നേതാക്കന്മാരുടെയും ഒപ്പം ജോലി ചെയ്യാം. പാപിതങ്ങളോടെയും ശാപങ്ങളോടുകൂടി ധാരാളം നടന്ന ആൾക്കാരാണ്. കാരണം അവരൊക്കെ കൂടെ ജീവിക്കാൻ അവസരം ഉണ്ടാവുമെന്ന് പറയുന്നത് ചെറിയ കാര്യം. രണ്ടാമത്, നിങ്ങൾ നേരത്തെ ഈ സൗകര്യം കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ പറ്റിയുള്ള സൗകര്യവും അതിന് ശാസ്ത്രങ്ങളുടെ സൗകര്യം നോക്കിയതിന് ശേഷം ഞാൻ 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നത് ഒരു നോമിനേഷനാണ് കൊടുക്കാൻ പറ്റി. ഈ ബേപ്പൂരിൽ തൊഴിലാളി മണ്ഡലമാണ്. അപ്പോൾ അവിടെ അതിനപ്പോൾ പിന്നെ അങ്ങനെയാണ് എൻ്റെ പരിഗണന വരുന്നത്. അങ്ങനെ ഉമ്മർഖാൻ സാഹിബ് ഞാൻ എസ്.ടിയുടെ നേതാവായതുകൊണ്ട് എനിക്കിങ്ങനെ ഈ സംഗതി വന്ന സമയത്ത് ബഹുമാനപ്പെട്ട അത് മാറ്റി ഉമ്മർഖാനെ 2ാമത് അനൗൺസ് ചെയ്യാൻ സംഭവവികാസങ്ങളുടെ ഉടമസ്ഥരായിരിക്കും വരുന്നത്. ഞാൻ എൻ്റെ ഒരു സംഗതി ഞാൻ വരുന്നതിലുള്ള ഒരു പ്രധാനമായ സംഗതിയോട് പറയാൻ, ഈ പുസ്തകം 2 പുനഃപ്രകാശനം ചെയ്തതിന് നേതൃത്വത്തിൽ കാലത്തെഴുതാണ്. ഞങ്ങൾ ഒരേ സ്ഥാപനം ജോലി ചെയ്തത്. ഇതിനോട് കൊണ്ടുവരാനുള്ള കാരണം മജീദ് ആൾക്കാർ ആ കാലത്ത് സ്കൂൾ പഠിക്കുന്നതാണ്. അപ്പോൾ കാറു സാഹിബ് പറഞ്ഞ് ചെറിയ ഒരു ശമ്പളത്തിന് പ്രത്യേകത മുസ്ലിം ലീഗ് രാഷ്ട്രീയം ആരാധനയുടെ ഭാഗമായിട്ട് എടുക്കുന്നതായിരുന്നു. വർക്ക് ഈസ് വർഷിപ്പ് എന്ന പ്രയോഗം, ജോലി എന്ന് പറയുന്നത് അത് ആരാധനയാണ്. ആ വിധത്തിലുള്ള നേതാക്കന്മാരായിരുന്നവരുണ്ട്. ഇവരുടെ രാഷ്ട്രീയം, ഇവരുടെ പൊതുപ്രവർത്തനം, ഇവരുടെ മറ്റു മേഖല എല്ലാം വിവാദത്തിൻ്റെ ഭാഗമാണ്. അതല്ലാതെ നമുക്കെല്ലാം കാണാപ്പാഠമായ വിധത്തിൽ നിത്യവും നമ്മളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപകൃതങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ ഓരോ ദിവസവും നമ്മൾ തട്ടി ഉണർത്തുന്നത് അവർ നമ്മൾ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലത്തെ സേവനങ്ങളാണ്.
അത് ഒരിക്കലും മറന്നില്ല. ആ നേതാക്കന്മാർ ആ കാലത്ത് കാണിച്ചിട്ടുള്ള വഴി, ആ വഴിയിലാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പോരാനുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അറിഞ്ഞിട്ട് പറയും, അല്ലെങ്കിൽ താൻ മന്ത്രിച്ചുകൊണ്ടിരിക്കും. ആ താങ്കളുണ്ടായിരുന്നത് ഇവിടെ എനിക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി മുൻകൈയെടുത്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഫാദർ തിരുവട്ട് അദ്ദേഹം വളരെയേറെ താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ പുസ്തകം നമുക്ക് നമ്മുടെ നേതാക്കളെ ശ്രീ അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തന്നെയും അതുപോലെ തന്നെ പാണക്കാട് സൈദ് മുഹമ്മദ് ഷിഹാബുദ്ദീനടക്കമുള്ള നേതാക്കളുടെ ഈ പ്രസിദ്ധീകരണം ഇന്നും തലമുറകളായി ലോകാവസാനം വരെ ഈ നേതാക്കളെ ഓർമ്മിക്കുവാനും അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഈ സമൂഹത്തിനും ഈ നാടിനും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. കാര്യങ്ങളെ നേരിടുകയാണ്. വൈകാരികതയല്ല എല്ലാത്തിനും പരിഹാരം എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഇത്രയേറെ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റൊരു പാർട്ടി ഉണ്ടോ എന്നൊരു സംശയമാണ്. ആളിക്കത്തുമ്പോഴൊക്കത്തിനെയും അവിടെ നിന്ന് നമ്മുടെ സമുദായത്തെ രക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ നയങ്ങളാണ്. ആ നയം എന്ന് പറയുന്നത് കാര്യങ്ങളെ നേരിടുകയാണ്. വൈകാരികതയല്ല എല്ലാത്തിനും പരിഹാരം എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഇത്രയേറെ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റൊരു പാർട്ടി ഉണ്ടോ എന്നൊരു സംശയമാണ്. ആളിക്കത്തുമ്പോഴൊക്കത്തിനെയും അവിടെ നിന്ന് നമ്മുടെ സമുദായത്തെ രക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ നയങ്ങളാണ്. ആ നയം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉമ്മയെ ഒരു പോസ്റ്റൽ എന്ന നിലയ്ക്ക് വാപ്പയാണ് കെട്ടാൻ പോകുന്നത് ആദ്യമായി അറിയിച്ചത്. അപ്പോൾ അത് ചന്ദ്രികയിലും പണക്കാട് കുടുംബവും ബാധികതന കുടുംബമൊക്കെയുള്ള ഒരു സംഗമ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതീകമായിക്കൊണ്ടാണ് ഈ ഒരു പുസ്തകം ഇവിടെ ഞങ്ങളുടെ പിതാവിനുള്ള സ്നേഹവും ഞങ്ങളുടെ പിതാവിനായ റഹ്മാൻ ബാഫിക്കത്തനോടും മുസ്ലിം പാർട്ടിയോടും ചന്ദ്രികയോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കടപ്പാട്. ചന്ദ്രികയുടെ തുടക്കത്തിലൊക്കെ അന്ന് ഷെയർ എടുക്കുന്നതിൽ ബാധക്കയോട് വളരെയധികം അതിലേറ്റ സ്നേഹമായിരുന്നു. അവരൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു സന്തോഷം അത് മറ്റെവിടെയും കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ അപ്പോൾ ഗാഥക്കെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹം ഇന്നും ഞങ്ങളോട് കാണിക്കുന്നുണ്ട്, മക്കളോട് കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ പാപ്പയുടെ മക്കൾ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരിമാർ, അവരുടെ മക്കളോടൊക്കെ അദ്ദേഹം എൻ്റെ ഉമ്മ ഷെരീഫ ഫാത്തിമാവിയുടെയും ഇപ്പോൾ ഫോട്ടോയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഫോട്ടോ വെക്കേണ്ട വെച്ചപ്പോൾ ആരും കാണുന്ന സ്ഥലത്ത് വെക്കണ്ട, പ്രൈവറ്റായ സ്ഥലത്ത് വെച്ചോളാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ദിവസം എണീറ്റാൽ എനിക്ക് ആദ്യം എൻ്റെ തങ്ങളെ കാണണം, എൻ്റെ വീട്ടിലെ കാണണം എന്ന് പറയുന്ന അത്രയധികം ആത്മാർത്ഥത നിറഞ്ഞുള്ള മനസ്സ്.
കാതർക്ക പറഞ്ഞത് തങ്ങൾ മരിച്ചതിൽ കൂടി ഞാനും എത്തിയുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഓരോ ദിവസവും നമ്മളൊക്കെ കാണുമ്പോൾ വാപ്പിയുടെ ഓർമ്മകൾ അവരൊരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു. ഓസ്ട്രേലിയ കങ്കാരുവിനെ കളിപ്പിക്കുന്ന ഫോട്ടോ, UK യൂറോപ്പിലൊക്കെ സഞ്ചരിച്ച വളരെ സന്തോഷകരമായിട്ട് ഞാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചന്ദ്രികയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, ബാഫിക്കട്ടനോട് അദ്ദേഹം സഹവസിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്. ഈ രണ്ട് റീസൺജിങ്ങിന് വളരെ അർഹനായിട്ടുള്ള ഒരു വ്യക്തിയെ ബഹുമാനപ്പെട്ട ഈ മുഹമ്മദ് ബഷീർ സാഹിബിനെ ഇരുവരും കൂടെയും രണ്ടുപേരുടെയും കൂടെയും അദ്ദേഹം പറഞ്ഞതുപോലെ ത്യാഗമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എത്രത്തോളം ആത്മാർത്ഥമായാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പോൾ കാണുമ്പോഴും ഈ പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വളരെ നേരത്തെ തന്നെ ഈ പുസ്തകം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു സങ്കടമായി. അപ്പോൾ ഇത് നടത്താൻ വേണ്ടി വളരെ താല്പര്യപൂർവ്വം നമ്മുടെ നേതാക്കളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും അദ്ദേഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അസൗകര്യം കാരണം ഇവിടെ എത്താൻ സാധിച്ചു. ചന്ദ്രിക പുറത്തിറക്കിയ സ്മരണയും 2010 പുറത്തിറക്കിയ ഓർമ്മ പുസ്തകവും ഇത് രണ്ടും പുനഃപ്രസിദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി നമുക്ക് സ്നേഹം മാത്രം നമ്മോട് കാണിച്ചിട്ടുള്ള കാതർ തിരുവത്ത് അവരുടെ പ്രയത്നഫലമായിട്ട് തന്നെ അവരെന്താണോ നമുക്ക് കാണിക്കുന്ന ആ മാർഗത്തിൽ കൂടി നമ്മൾ ചരിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അന്തസ്സോടും അഭിമാനത്തോടു കൂടി നമുക്കിവിടെ എടുക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് വയനാടിനെക്കുറിച്ച് വയനാടിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഒക്കെ എന്ന് പറയുമ്പോൾ, പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ആളുകൾ അത് ഏൽപ്പിക്കുന്ന ആള് മുസ്ലിം ലീഗ് എന്ന് മാത്രമാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പഴയ കാലങ്ങളിലെ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങളാണ്. ആ മാർഗം കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഇന്ന് അന്തസ്സോടും അഭിമാനത്തോടും കൂടി നമുക്ക് ഇവിടെ നിർത്താൻ സാധിക്കുന്നത്. നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, അതുപോലെ സ്ഥാനമാനങ്ങൾ എല്ലാത്തരം ഉയർന്നു നിർത്താൻ നമുക്ക് കാരണമായിട്ടുള്ള നമ്മുടെ കാര്യം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തന്ന പോലെ ഒരു നേതാവിനെ കിട്ടിയതാണ് ഈ സമുദായത്തിൻ്റെയും ഈ പാർട്ടിയുടെയും ഒരു സുഹൃതം എന്നാണ്. ഞാൻ അതങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയം എന്ന് പറയുന്നത് ആകെ ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ ജനാധിപത്യം തകരുന്നു മാത്രമായിരുന്നു. ശാസ്ത്രങ്ങളല്ല മറ്റൊരാളായിരുന്നു ആ സ്ഥാനത്ത് ഇരുന്നിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഗതി അതോടുകൂടി അവതാളത്തിലായി തീരുമായിരുന്നു എന്ന് പറയുന്നത് ഡോക്ടർ എം ഗംഗാധരനാണ്. ഗംഗാധരൻ വേറൊരു കാര്യം പറയുന്നത് ഇതൊരു വലിയ പ്രതികാരമായിരുന്നു എന്ന്. ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രതികാരത്തിന്റെ ഭാഗമാണ്. അതിനെയാണ് നമ്മൾ മധുരമായി ലീഗിന്റെ പ്രസിഡന്റായ ഒരു ശിഹാബ് തങ്ങളെ നമുക്ക് എല്ലാവർക്കും പറയാം. പ്രശസ്ത ചരിത്ര പണ്ഡിതനായ ഡോക്ടർ എം ഗംഗാധരനെ ഒരിക്കൽ കാസർഗോഡ് കൊണ്ടുവന്നിരുന്നു. നമ്മൾ മാലിക്കിന പിന്നെ ഉറൂസിനോടനുബന്ധിച്ച് ചരിത്ര സെമിനാറിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ ഡോക്ടർ എം ഗംഗാധരനെ കിട്ടുമെന്ന് അതിൻ്റെ സംഘാടകർ കൂടി എന്നോട് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ മുൻകോടൊത്തുള്ള കുട്ടി അദ്ദേഹത്തിന് നല്ല സുഹൃത്താണ്. അങ്ങനെ ഇങ്ങനെ കാസർഗോഡ് പുറത്തു പോകാൻ മാത്രമായിരുന്നു. ശാസ്ത്രങ്ങളല്ല മറ്റൊരാളായിരുന്നു ആ സ്ഥാനത്ത് ഇരുന്നിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഗതി അതോടുകൂടി അവതാളത്തിലായി തീരുമായിരുന്നു എന്ന് പറയുന്നത് ഡോക്ടർ എം ഗംഗാധരനാണ്. ഗംഗാധരൻ വേറൊരു കാര്യം പറയുന്നത് ഇതൊരു വലിയ പ്രതികാരമായിരുന്നു എന്ന്. ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രതികാരത്തിന്റെ ഭാഗമാണ്. അതിനെയാണ് നമ്മൾ മധുരമായ ഒരു കാര്യം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തന്ന പോലെ ഒരു നേതാവിനെ കിട്ടിയതാണ് ഈ സമുദായത്തിൻ്റെയും ഈ പാർട്ടിയുടെയും ഒരു
സുഹൃതം എന്നാണ്. ഞാൻ അതങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ബാബരി മസ്ജിദ് നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആകെ ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ജനാധിപത്യം തകരുന്നു. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ ഒരു ശിഹാബ് തങ്ങളെ നമുക്ക് എല്ലാവർക്കും പറയാം. പ്രശസ്ത ചരിത്ര പണ്ഡിതനായ ഡോക്ടർ എം ഗംഗാധരനെ ഒരിക്കൽ കാസർഗോഡ് കൊണ്ടുവന്നിരുന്നു നമ്മൾ മാലിക് പിന്നെ ഉറൂസിനോടനുബന്ധിച്ച് ചരിത്ര സെമിനാറിന് അത് ഉദ്ഘാടനം ചെയ്യാൻ ഡോക്ടറുടെ എം ഗംഗാധരനെ കിട്ടുമെന്ന് ഒരു അതിൻ്റെ സംഘാടകരിയാണ് കൂടി എന്നോട് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ മുൻപോടുള്ള കുട്ടി അദ്ദേഹത്തിന് നല്ല സുഹൃത്താണ്. അങ്ങനെ ഇങ്ങനെ പുറത്തു പോകുന്നതോട് കൂടിയിട്ട് പുതിയ കലയോട് കൂടിയിട്ട് അത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കൽ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നീട് എനിക്ക് തോന്നിയല്ല, ഇതാണ് വേണ്ടിയിരുന്നത്. ഒരു കാരണങ്ങളോട് കൂടിയിട്ട് പുതിയ കലയോട് കൂടിയിട്ട് അത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കൽ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നീട് എനിക്ക് തോന്നിയല്ല, ഇതാണ് വേണ്ടിയിരുന്നത്. ഒരു വളരെ വൈകി എന്നതുകൊണ്ട് തന്നെ നന്ദി പറയുക എന്നുള്ള ഔപചാരിക ഇന്നത്തെ ഈ ഭൗതികമായ ചടങ്ങ് ഒരു ചരിത്രത്തിന്റെ പ്രധാന ചരിത്രം തമസ്കരിക്കപ്പെടാറുണ്ട്. അത് പുതിയ തലമുറയിലേക്ക് കൈമാറാനുള്ളതാണ് എന്ന ധൈര്യമാണ് ഞങ്ങളുടെ പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൽ നല്ല ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. ചന്ദ്രികയായി സുന്ദരമായി ബാഫുകിതങ്ങൾ ചീയച്ചോരും ഏവിയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല നമുക്ക് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് മറ്റൊരു 75 വർഷം ഇനിയും നേതാക്കൾ അതാത് കാലഘട്ടത്തിൽ ഇതിഹാസങ്ങളായ നേതാക്കളാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ആ ഒരുപാട് ഓർമ്മകൾ അത് പുതിയ തലമുറകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതിനേക്കാൾ മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം. മറയാത്തൊരോർമ്മയിൽ കായിലെന്ന വിളക്ക്. മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം. മറയാത്തൊരോർമ്മയിൽ കായിലെന്ന വിളക്ക്. ലീഗിനായോടി നടന്ന ധീരന്മാരൊത്തിരിയുണ്ട്. ഉന്നതികൾ സ്വപ്നം കണ്ട നേതാക്കൾ അനവധിയുണ്ട്. ഒരു ഭൂതകാല ചരിത്രം കൂട്ടുണ്ട്. മണ്ണിൽ പ്രചോദിതമാകും കൊടിയുണ്ട്. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല സംബന്ധിക്കുന്നവരുടെ
അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മുടെ നാമധേയനായ കാസർഗോഡിലെ MLA മുസ്ലിം സംസ്ഥാന സെക്രട്ടറി ധീരമായ നേതൃത്വം നൽകി എല്ലാവരുമായി ബന്ധപ്പെട്ട് ഈ പോക്കർ സാഹിബ് വീരാൻ സാഹബ് അഹമ്മദ് പേരുയിര് സീതി ബനാത്ത് വാല കൊരമ്പയിലും കെ ഹാജിയവർ പോക്കർ സാഹിബ് വീരാൻ സാഹിബ് അഹമ്മദ് പേരുയിര് സീതി ബനാത്ത് വാല കൊരമ്പയിലും കെ ഹാജിയവർ തെളിമ നിറഞ്ഞവരാണ്, മുന്നേ നടന്നവരാണ്, മിന്നുന്ന മാതൃകയാണ്, തന്നുള്ള ഊർജവുമാണ്. കാട്ടിയ വഴിയുണ്ട്. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല, ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാനമുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. ശ്രീധരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി ബാഫയ്ക്ക് തങ്ങൾ ചീയച്ചോരും ഏവിയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിടെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിടെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിടെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിടെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിടെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിടെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങി
ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061-178-000. ടോൾ ഫ്രീ നമ്പർ 14. അപ്പൊ എങ്ങനെയാ, റെഡിയല്ലേ? അപ്പൊ എങ്ങനെയാ, റെഡിയല്ലേ?
റെഡിയല്ലേ? അപ്പൊ എങ്ങനെയാ, റെഡിയല്ലേ? ഒക്ടോബർ 2 മുതലുള്ള മാറ്റത്തിന് ഞങ്ങൾ റെഡിയായി. നിങ്ങളോ? ആരെങ്കിലും വേസ്റ്റ് എറിയുന്ന ഫോട്ടോ എടുത്ത് നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് 2500 രൂപ വരും. അതായത് ആരെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടാൽ അത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ നൽകിയാൽ തദ്ദേശ വകുപ്പ് 2500 രൂപ പാരിതോഷികമായി നിങ്ങൾക്ക് നൽകും. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാലിന്യം തള്ളുന്ന ഫോട്ടോകളോ വീഡിയോകളോ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയുടെ 25%മോ 2500 രൂപയോ ആയിരിക്കും ഇങ്ങനെ ലഭ്യമാവുക. പരാതി നൽകി 30 ദിവസത്തിനുള്ളിൽ പിഴ ഈടാക്കി വിവരം നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തും. ഇത്തരത്തിൽ തെളിവോടെ പരാതി ലഭിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഫോട്ടോ സഹിതം പരാതി നൽകുന്നവരുടെ പേരും വിവരങ്ങളും യാതൊരു കാരണവശാലും നീ തരും